മഹത്വപ്പെടുവാനിടയാകട്ടെ. മലങ്കര സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി, പുത്തൂർ കൺവെൻഷന്റെ പ്രസിഡന്റായിരിക്കുന്ന ബഹുവന്യനായ ഇലവളയിൽ തോമസ് കോർപ്പിസ്കോപ്പാച്ചൻ, വന്നിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, വിശ്വാസികളുടെ സമൂഹമേ, കഴിഞ്ഞ 10 വർഷങ്ങൾ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കൃപയും കൊണ്ട് ശ്രേഷ്ഠമായ ദൈവീക വചനങ്ങൾ കേൾക്കുവാനായി നമുക്ക് അവസരം ലഭിച്ചു. കേട്ട വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും പുതുക്കമുള്ളവരായി മാറുവാനും കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അപ്രകാരം ഒരു സാധ്യത ഈ വർഷവും നമ്മുടെ മുൻപിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വർഷവും തുടർച്ചയായ ഈ കൺവെൻഷൻ നടത്തണമെന്നുള്ള ആഗ്രഹം നമ്മൾക്കുണ്ടായത്. അതിനനുസരിച്ച് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മൺമറഞ്ഞുപോയ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് 10ാമത് പുത്തൂർ കൺവെൻഷന് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. പുത്തൂർ കൺവെൻഷന്റെ ജനറൽ കൺവീനറായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാനമായി ഞാൻ കാണുകയാണ്. അത് ദൈവം തന്ന ഒരു വലിയ നിധിയായി ഞാൻ സൂക്ഷിക്കുകയും ചെയ്യും. പുത്തൂർ എന്ന് പറയുന്ന ദേശം തന്നെ അനുഗ്രഹീതമായ ഒരു ദേശമാണ്. ഞാൻ മനസ്സിലാക്കുന്നോളം പല ഊരുകളുടെ നടുക്കുള്ള ഊരായതുകൊണ്ട് പുത്തൂരിനെ ഊരുകളുടെ ഊരെന്നാണ് അറിയപ്പെടുന്നത് തന്നെ. നെടുവത്തൂരും കുന്നത്തൂരും പൂവത്തൂരും ഒക്കെ ചേരുന്ന ഊരുകളുടെ ഇടയിൽ നിൽക്കുന്ന പുത്തൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, പുത്തൂർ വലിയ പള്ളിയിൽ നിന്നും അതിരാവിലെ ഉയരുന്ന ഹാലേലുയ്യ ഗീതങ്ങളുടെയും ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെ മന്ത്രോച്ചാരണങ്ങളുടെയും ശബ്ദം കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും പുത്തൂരിന്റെ പ്രഭാതം ഉണരുന്നത്. ഈ പ്രഭാതത്തിൽ ഉണർന്ന് വേലയ്ക്കായി ഇറങ്ങുന്ന ഇവിടുത്തെ ജനസമൂഹത്തിന് നന്മ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ സാക്ഷ്യമാണ്. പട്ടിണിയായി തുടങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നവർ ഇന്ന് തീർച്ചയായും സമ്പൽ സമൃദ്ധിയുടെയും ദൈവിക ചിന്തയുടെയും നടുവിലാക്കി ദൈവം തമ്പുരാൻ മാറ്റിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആയതുകൊണ്ട് തന്നെ ഈ ദേശത്ത് വന്ന് ഈ ദേവാലയത്തിൽ ഈ സമൂഹത്തിന് മധ്യേ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു വന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 10ാമത് പുത്തൂർ കൺവെൻഷന്റെ പ്രാരംഭ യോഗം. ഇന്നെന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ കൺവെൻഷൻ, ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. പ്രതികൂലമാകുന്ന ജീവിത സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മുൻപിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. ശാന്തമായ തീരത്തേക്ക് സഭാനൗകയെ ആ ദേശത്ത് അടുപ്പിക്കുക എന്നുള്ള ദൈവികമായ ദൗത്യമാണ് ദൈവം അഭിവന്യ തിരുമനസ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ദേവാലയങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുമാണ് അഭിവന്യ തിരുമനസ് ഈ പുത്തൂരേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ചെറിയ നിമിഷങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആവേശം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എനിക്ക് സന്തോഷം തരുന്നുണ്ട്. അഭിവന്യ തിരുമനസ്സുകൊണ്ട് കൃത്യസമയത്തിന് മുൻപ് തന്നെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എഴുന്നള്ളി വന്നു, നമ്മളെ അനുഗ്രഹിച്ചു. സഭയ്ക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ദൈവം അദ്ദേഹത്തെ എടുത്തുയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുത്തൂർ കൺവെൻഷന്റെ ഈ പ്രാരംഭ ദിവസം, ഈ വർഷത്തെ കൺവെൻഷൻ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ദൈവനാമത്തിൽ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യും. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇലവളയിൽ തോമസ് കോർപ്പിസ്കോപ്പ അച്ഛനാണ്. വൈദിക പാരമ്പര്യമുള്ള പുത്തൂർ ദേശത്തെ വൈദിക പാരമ്പര്യമുള്ള കുടുംബത്തിലെ കോർപ്പിസ്കോപ്പന്മാരുടെ പാരമ്പര്യം മാത്രം അവകാശപ്പെടുന്ന കുടുംബത്തിലെ ഇപ്പോഴുള്ള വൈദിക ശ്രേഷ്ഠരിൽ ഏറ്റവും ഇളയവനാണ് ഇലവളയിൽ തോമസ് കോർപ്പിസ്കോപ്പ അച്ഛൻ. നമുക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ സഭയുടെ വിവിധ മേഖലകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചു വരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
പുത്തൂർ കൺവെൻഷന്റെ ഈ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ തദ്ദേശവാസികളായ വൈദിക ശ്രേഷ്ഠരുണ്ട്, വിവിധ ദേവാലയങ്ങളുടെ ചുമതലയിലുള്ളതായ വൈദിക ശ്രേഷ്ഠരുണ്ട്. അവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോട് പുത്തൂർ കൺവെൻഷന്റെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് പ്രധാനമായും നമുക്ക് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മുടെ കൊല്ലം ഭദ്രാസനത്തിന് വാസ്തവത്തിൽ അഭിമാനമായിരിക്കുന്ന ഭദ്രാസനത്തിലെ സ്വർണ്ണനാവുകാരനായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകനച്ചനാണ്. മലങ്കര സഭയുടെ വിവിധ മേഖലകളിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ വചനം പ്രഘോഷിക്കുവാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ദൈവം അദ്ദേഹത്തെ വിളിച്ച് വേർതിരിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ശൂരനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി ബഹുമാനപ്പെട്ട അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിലെ മാറാബോ തീർത്ഥാടന കേന്ദ്രമായ തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് ഇടവാംഗമായി ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിന്റെ പൗരസ്ത്യതാരം മാസികയുടെ ചീഫ് എഡിറ്ററായും ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ വചന ശുശ്രൂഷ യോഗത്തിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ കൺവെൻഷന്റെ പരസ്യം അത് പത്രദ്വാര അറിയിക്കുന്നതിനായിട്ട് മാതൃഭൂമി, മനോരമ തുടങ്ങിയ പത്രങ്ങളുടെ ചുമതലക്കാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, അതിന്റെ ചുമതലക്കാർ, അതുപോലെ പുത്തൂർ ദേശത്തെ 9 ദേവാലയങ്ങളിൽ നിന്നുമായി കടന്നു വന്നിട്ടുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഈ കൺവെൻഷന്റെ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട്